അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് കുറച്ച് ഹോട്ടായിട്ട് അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ കാര്യം തന്നെ പറയണം. കാരണം അദ്ദേഹം ഇപ്പൊ മലയാളത്തിൽ നിന്ന് മാത്രമല്ല തമിഴിലും ഭയങ്കരമായിട്ട് സ്റ്റാർഡ് ഉള്ള ഒരു ആക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോ 3-4 സിനിമകൾ അദ്ദേഹം സ്ക്രിപ്റ്റ് കിട്ടുന്നുണ്ട് തമിഴില്. ഒന്ന് നമ്മുടെ സൂര്യ 47, നമ്മുടെ ജിത്തുമദൻ സംവിധാനം ചെയ്യുന്ന സിനിമ. പിന്നെ ഓൾറെഡി പുള്ളി എന്താ ജിത്തുവിനൊരു സിനിമ ചെയ്യാനുണ്ടായിരുന്നല്ലോ, പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത്. അതുപോലെ തന്നെ നമ്മളുടെ SK24 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഗുഡ് നൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ മണികണ്ഠന്റെ റൈറ്റിംഗിൽ വരുന്ന സിനിമ, നമ്മുടെ സൂപ്പർ ഡിലക്സിന്റെ സംവിധായകനും മണികണ്ഠനും ത്യാഗരാജൻ ചേർത്ത് ചെയ്യുന്ന സിനിമ. അതിൽ പുള്ളി പ്രോപ്പർ നായകനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ AK64, നമ്മുടെ അജിത്തിന്റെ സിനിമ, ആദിക്കിന്റെ. ഈ 4 സിനിമകളിലും കഥ പുള്ളി കേട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും ഇതിനായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്തായാലും എല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്തായാലും വലിയൊരു ലൈനപ്പ്. ത്യാഗരാജകുമാർ സിനിമ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രിട്ടിക്കലി അക്ലൈംഡ് ഒരു തരത്തിലുള്ള സിനിമ ആയിരിക്കും. പക്ഷെ സൂര്യയുടെ സിനിമയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് കമേഴ്ഷ്യൽ ആയിട്ടായിരിക്കും. അത് സൂര്യയുടെ അജിത്തിന്റെ സിനിമയില് മറ്റേതിൽ അച്ഛൻ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശിവകാർത്തികേയന്റെ പടത്തിൽ ഒന്നും നമുക്കൊരു ഫീൽ ഗുഡ് സിനിമയാണ്. ഇനി അടുത്തത് AK64 ആദിത്യ രവിചന്ദ്രനാണ് ചെയ്യുന്നത് സിനിമ. റോമേ പിക്ചേഴ്സ്, അനിരുദ്ധിന്റെ മ്യൂസിക്. അതുപോലെ തന്നെ സിനിമയുടെ ഷൂട്ട് ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യും. ജനുവരി വരെയാണ് അജിത്ത് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മിക്കവാറും അതിനുശേഷം പുള്ളിക്ക് അടുത്ത റീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഡേറ്റ്സ് ഇപ്പൊ കൊടുക്കുന്നത്. അത് അതിനുശേഷം പിന്നെ ആ സിനിമയ്ക്ക് പോലും പുള്ളിന് കിട്ടില്ല. പിന്നെ അതുപോലെ ഒരു ഫാൻ ബോയ് പടമായിരുന്നു. അതെ, ഇതെന്താ അതുപോലെ ആയിരിക്കില്ല. ഒരു ആ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിക്ക് ആയില്ല. അതുകൊണ്ട് അതിപ്പോ മോഹൻലാൽ ഈ സിനിമയിലേക്ക് വരിക എന്നുള്ളത്, അജിത്ത് ഇത് ആദ്യമായിട്ടല്ല മോഹൻലാലിന്റെ ഇപ്പൊ അഭിനയിക്കാൻ വിചാരിക്കണത്. മൂപ്പര് പണ്ട് നമ്മുടെ ഡയറക്ടർ വിഷ്ണുവർദ്ധൻ അജിത്തിനും മോഹൻലാലിനും വെച്ചിട്ടൊരു പീരിയഡ് ഡ്രാമ ഡയറക്റ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അത് അങ്ങനെ അങ്ങോട്ട് നടന്നില്ല. പക്ഷെ ആ സമയത്തെ ഫാൻ ബേസിനൊക്കെ കൂടുതൽ ഇപ്പൊ മോഹൻലാലിന് നമ്മളിൽ നല്ല ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ ഈ പടത്തിൽ വന്നാലും നന്നായിരിക്കും. നന്നായിരിക്കട്ടെ. ഇനി അടുത്ത കിൽ എന്ന് പറഞ്ഞ സിനിമ ഒരു ആക്ഷൻ ഫിലിം എന്നുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ ഫിലിംസിൽ വന്ന സിനിമ ആയിരുന്നു. ഹിന്ദി പതിപ്പതിൻ്റെ. അത് പുതുമുഖങ്ങളാണ് അതിൽ അഭിനയിച്ചത്. പക്ഷേ ആ സിനിമയുടെ ഒരു റേഞ്ച് വന്നത്, അതായത് ഒരു തരത്തിലുള്ള ഡീവിയേഷൻസും ഇല്ലാതെ ഒരു പ്രോപ്പർ ആക്ഷൻ ഫിലിം. പടം തുടങ്ങി ട്രെയിനിൽ കയറി അടി തുടങ്ങി. അത് നമുക്കൊരു ബോളിവുഡ് ഫിലിമിൽ അത് നമുക്കൊരു അതിശയമാണ്. യാതൊരു ഡീവിയേഷനോ ക്രിഞ്ച് എലമെന്റ്സ്, സോങ്സ്, അൺവാണ്ടഡ് ഹീറോയിൻസ്, ഐറ്റം ഡാൻസ് പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് എന്താണ് സ്ക്രിപ്റ്റിന് ആവശ്യമായിട്ടുള്ളത് അത് മാത്രം സിനിമയിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ആ സിനിമയുടെ തമിഴ് പതിപ്പ് വരിക എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള കുറെ കാലമായിട്ട് നമ്മളത് കേൾക്കുന്നു. ധ്രുവ് വിക്രം അതിൽ ഹീറോയുടെ റോൾ ചെയ്യുന്നുള്ളതാണ്. അതിലിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കാസ്റ്റ് അപ്ഡേറ്റ് ആണ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. വില്ലനായിട്ട് അഭിനയിക്കുന്നതാണ്. ഉറിയടി വിജയ് ആണ്. ഉറിയടി ഡയറക്ടർ ആക്ടർ വിജയ് എന്ന് പറഞ്ഞ ആളുണ്ട്. ഉറിയടി ആ സിനിമ കണ്ട എല്ലാവർക്കും അറിയാതെ. അപ്പൊ അതാണ് സിനിമയിൽ ഇപ്പൊ ലോകേഷ് പ്രൊഡ്യൂസ് ചെയ്ത ഫൈറ്റ് ക്ലബിൽ മൂപ്പര് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അതിൽ വില്ലനായിട്ട് വരുമെന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു 2 നല്ല ആക്ടേഴ്സിന്റെ ഒരു ഇതായിരിക്കും അത്. പിന്നെ ആക്ഷൻ പടം കൂടിയാണല്ലോ. അതെ, ധ്രുവ് വിക്രം പിന്നെ ആക്ഷൻ ഫിസിക് അടുത്തത് നമ്മുടെ ടിക്കിടാക്ക സിനിമ, നമ്മുടെ ആസിഫ് അലിയുടെ KGF സിനിമയിലെ മ്യൂസിക് ഡയറക്ടറായിട്ട് KGF മ്യൂസിക് ഡയറക്ടർ തന്നെ കൊണ്ടു വെച്ചിട്ടുണ്ട്. രവി ബാസറാണ് സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത്. പിന്നെ സിനിമയുടെ ഒരു 80% ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓട്ടനത്തിന്റെ സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ട് ഇപ്പൊ റീസെന്റ് നമ്മുടെ ഹരീഷ് രാജ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ ഇതുവരെ കരിയറിൽ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള വേഷമായിരിക്കും എന്നൊക്കെ. അപ്പൊ എന്തൊരു സീനിയേഴ്സും എല്ലാരും അടിപൊളി. ഇനി അടുത്തത് സ്പൈഡർമാൻ ബ്രാൻഡിലൂടെ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ആഴ്ച ഷൂട്ട് തുടങ്ങിയെന്നുള്ള കാര്യം. അങ്ങനെ ഷൂട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ പിക്ചേഴ്സ് ഒക്കെ അതൊരു വീഡിയോ ആയിട്ട് ടോം ഹോളണ്ട് സ്പൈഡർമാൻ സൂട്ടിൽ പുതിയ വെബ് ഷൂട്ടറായിട്ട് ക്ലാസിക് വെബ് ഷൂട്ടറായിട്ട് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാസ്റ്റിൽ ഇപ്പൊ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ബ്രൂസ് ബാനർ, മാർക്ക് റഫല്ലോ സിനിമയില് ബ്രൂസ് ബാനർ ആയിട്ട് അഭിനയിക്കുന്ന കാസ്റ്റിൽ ഇപ്പൊ നമുക്ക് കാണാം. അപ്പോ ഒരു അവഞ്ചറും കൂടി സിനിമയ്ക്ക് വരികയാണ്. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. സിനിമ അടുത്ത വർഷം വരുന്ന സിനിമയാണ്. പിന്നെ 2 സിനിമയായി പുള്ളിക്ക്. DC ഇതായി
പിന്നെ ഇപ്പോ സ്കോർപ്പിയൻ എന്ന് പറഞ്ഞ കോമിക്കിൽ വരുന്ന ക്യാരക്ടർ, അതായത് പ്രോപ്പർ ആയിട്ട് അതിനൊരു സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കോർപ്പിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് അതേപോലെ തന്നെ സിനിമയിൽ വരുന്നുണ്ട്. ഒരു തേളിന്റെ രൂപത്തിലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ അത് എക്സൈറ്റിംഗ് ആണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് ഋഷഭ് ഷെട്ടിയുടെ പുതിയ പടം. ഋഷഭ് ഷെട്ടി ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഫിലിംസ് കാര്യമായിട്ട് തന്നെ ഒരുപാട് ഫിലിം ഹിസ്റ്റോറിക് ആവട്ടെ ഫാന്റസി ടൈപ്പ് സിനിമകളാവട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ അനൗൺസ്മെന്റ് അല്ല, അതിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അത് സംവിധാനം ചെയ്യുന്നത് അശ്വിൻ ഗംഗരാജു എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം രാജമൗലിയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, സിനിമയ്ക്ക് വിജയേന്ദ്ര പ്രസാദ് കഥ എഴുതണു എന്നുള്ള സംഗീതം. അതെ അതെ, അത് ഇപ്പോ വിജയേന്ദ്ര പ്രസാദ് ഓൾറെഡി അശ്വിൻ ഗംഗരാജിനായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. 1947 എന്ന് പറഞ്ഞിട്ടൊരു സ്വാതന്ത്ര്യ സമരം ബേസ് ചെയ്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ബംഗാളി നോവലിനെ ബേസ് ചെയ്തിട്ട് എഴുതിയ സംഗതി. അപ്പോ അത് നടന്നില്ല കൃത്യമായിട്ട് അതേപോലെ. അപ്പോ സിനിമ പ്രഭാസിനൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിപ്പോ ഋഷഭ് ഷെട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പ്രോജക്ട് തന്നെയാണോ ഇത് നമുക്കറിയില്ല. പക്ഷെ ഇതൊരു പീരിയഡ് ഫിലിം ആണെന്ന് പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്ക് 18th സെഞ്ചുറിയിൽ നടക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ സിത്താര എന്റർടൈൻമെന്റ്സ് ആണ് മെയിൻ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കണം നമ്മുടെ SSMP29, നമ്മളെ രാജമൗലി സംവിധാനം ചെയ്യുന്ന മഹേഷ് ബാബു സിനിമ കഴിഞ്ഞപ്പോ അടുത്ത ഷെഡ്യൂൾ ഈ മാസം ആഗസ്റ്റില് നമ്മുടെ ടാൻസാനിയയിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ അതിനിടയ്ക്ക് പല വാർത്തകളും കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ എന്താ പറയുക ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് കാശിയുടെ ഒരു സെറ്റ് ഇട്ടതിന്റെ കാര്യമൊക്കെ അവിടെ ഇവര് പ്രോപ്പർ ആയിട്ട് ഫ്ലാഷ് ബാക്ക് സീൻ ഷൂട്ട് ചെയ്തു. ആ സെറ്റ് ഉപേക്ഷിച്ചിട്ട് പുതിയതായിട്ടാണ് ഇത് തുടങ്ങണമെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഈ ഷെഡ്യൂളിൽ പ്രധാനമായിട്ടും മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര എന്നുള്ളവരാണ് ഉണ്ടായിരിക്കും. പൃഥ്വിരാജ് വേറെ പടങ്ങളുടെ ഇതിലായിരിക്കും. പിന്നെ ഇത് ഇനിയിപ്പോ ഇതങ്ങനെ എളുപ്പം വരുന്നൊരു സിനിമ. വലിയ സ്കെഡ്യൂളുള്ള അതെ അതെ. ഇതിപ്പോ ഇനി എന്താ പറയാ കംപ്ലീറ്റ് ഷൂട്ടിന് ആഫ്രിക്കയിലായിരിക്കും ഉണ്ടാവുക.